ബഹുമാനമുള്ള ഉസ്താദവർ, മറ്റ് സാദാത്തികൾ, പണ്ഡിതന്മാർ, സുന്നത്തി ജമാഅത്തിന്റെ ശക്തരായ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖുത്തില അവനെ ശപിക്കപ്പെട്ടിരിക്കുന്നു. കൈഫ ഖദ്ദറ, എങ്ങനെയാവും കണക്കൂട്ടിയത്? കണക്ക് പയറ്റുകളോ? സുമ്മ ഖുത്തില, പിന്നെയും അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. കൈഫ ഖദ്ദറ, എങ്ങനെയാവും കണക്ക് കൂട്ടിയത്? ഏത് കണക്കായി പയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ നബിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ്. ഉമയ്യത്ത് ബിൻ ഖലഫും അനുയായികളും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉമയ്യത്ത് ഇങ്ങനെ കണക്കൂട്ടി. എന്താ കണക്ക്? മുഹമ്മദ് നബിക്ക് ഏതായാലും ആൺകുട്ടികളില്ല, അതുകൊണ്ട് എന്തായാലും ഈ പ്രസ്ഥാനം 5 കൊല്ലം തുടരൂല എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രസ്ഥാനം കൂടുതൽ കാലം പോകൂല. ഏറി വന്ന മുഹമ്മദ് നബിന്റെ മരണം വരെ, വഫാത്ത് വരെ പോകും. പിന്നെ സ്വന്തം മക്കള്, ചോരമപ്പെട്ട മക്കള്, തങ്ങന്മാരില്ലാത്തത് കൊണ്ട് എൻ്റെ ഉപ്പാന്റെ ആ പ്രസ്ഥാനം, എൻ്റെ ആ ഉപ്പാന്റെ ഈ ഭരണം നിലനിർത്തണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആരും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും പിന്നിക്കായിരിക്കും. അങ്ങനെ ഇസ്ലാം മതം തേഞ്ഞു മാഞ്ഞു പോകും. ഇതാണ് ആര് പറഞ്ഞത്? ആരാ? ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞതാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞതാണ്, മുഹമ്മദ് നബിക്ക് ആൺകുട്ടികളില്ലാത്തത് കൊണ്ട് മുഹമ്മദ് നബിന്റെ ആശയം നടപ്പാക്കുന്ന സ്ഥാപനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആശയം നടപ്പാക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അതൊക്കെ നബിന്റെ വഫാത്തോടു കൂടെ അത് നിൽക്കും, നമ്മൾ ബേജാറാകണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒപ്പമുള്ള ആളുകൾക്ക്. അതിനെ സംബന്ധിച്ച് ഇറങ്ങിയതാണ് ആയത്ത്. ഖുത്തില, അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവനൊരു ശപിക്കപ്പെട്ട മല്ലൂനാണ് ആള്. അതിന് പല കാരണമുണ്ട്. കൈഫ ഖദ്ദറ, അള്ളാഹ് ചോദിച്ചു എങ്ങനെ കണക്കൂട്ടിയത്? എങ്ങനെല്ലാമാണ് അവൻ കണക്കൂട്ടിയത്? വല്ലാത്തൊരു കണക്ക് തന്നെയാണത്. ഖുത്തില കൈഫ ഖദ്ദറ, സുമ്മ ഖുത്തില കൈഫ ഖദ്ദറ, വീണ്ടും അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെല്ലാമാണ് കണക്ക് കൂട്ടിയത്? ആ കണക്ക് പഴക്കും. ഈ നബിന്റെ സന്താന പരമ്പരയിൽ തന്നെ നബിന്റെ മതവും നബിന്റെ ആശയവും നിലനിർത്തുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അവരുടെ കണക്ക് പഴച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇതിനെ ഗണ്ണിച്ചുകൊണ്ട്, ഉമയ്യത്ത് ബിൻ ഖലഫിനെ ഗണ്ണിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്ത് തന്നെയാണ് ഇന്ന ആയത്തിനാക്കൾക്ക് അവസരം. എന്താ വെച്ചാൽ നബിനെ എപ്പോഴും അബുത്തർ എന്ന് അവർ സംബോധന ചെയ്തത്. എപ്പോഴും മുഹമ്മദ് നബിക്ക് ആൺകുട്ടികളില്ല, ആണുങ്ങളില്ല എന്ന് പറഞ്ഞ അർത്ഥത്തിൽ വാലറ്റ ആള് എന്ന അർത്ഥത്തിൽ അബുത്തർ എന്നാണ് നബിനെ കുറിച്ച് അവര് പൊതുവെ പേര് പറഞ്ഞിരുന്നത്. അത് എല്ലാ നാട്ടിലും പതിവാണ്. അപ്പൊ ഈ ഉമയ്യത്തിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഇന്ന ആയത്തിനാക്ക ഇറങ്ങിയത്. എന്താ ഇന്ന ആയത്തിനാക്കയിൽ പറഞ്ഞത്? നബിയെ അവര് പറഞ്ഞ മാതിരിയൊന്നും അല്ല. ഇന്ന ആയത്തിനാക്ക നമ്മൾ തങ്ങൾക്ക് തരും അൽ കൗസർ, ഒരുപാട് ഹൈറ്. ഇവര് പറഞ്ഞു നോക്കുമ്പോ ഒരു ഹൈറും ഇല്ല. അതല്ല, തങ്ങൾക്ക് ഒരുപാട് ഹൈറ് ഞാൻ തരും, ഇതാ തന്നിരിക്കുന്നു. അത് ഖുർആന്റെ ശൈലിയാണ്. ഇത് തന്നു, സംശയിക്കേണ്ടതില്ല, തന്നിരിക്കുന്നു. ഇന്ന അഅ്തൈനാക്കൽ കൗസർ, കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ, അധികരിച്ച ഹൈറ് തന്നു കഴിഞ്ഞു, ഇനി സംശയിക്കണ്ട. അതുകൊണ്ട് തങ്ങള് നന്ദി എന്നോണം ഫസല്ലിൽ റബ്ബിക, ഇങ്ങനെ ഒരു അനുഗ്രഹം അല്ലാഹു ചെയ്യുമ്പോൾ ഫസല്ലിൽ റബ്ബിക വൻഹർ, തങ്ങൾ നിസ്കരിക്കുക, നല്ല ഇബാദത്ത് ചെയ്യുക. വൻഹർ, അറുത്ത് ദാനം ചെയ്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. അത് നല്ലൊരു ഭാഗം കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇന്ന ശാനിയക്ക, തങ്ങള് ഈ ദുഷ്പേര് പറഞ്ഞ് തങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നവൻ, ഐ മുബിറക്ക, തങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നവൻ, ഹുവൽ അബ്തറു, അവനാണ് ആൺകുട്ടികളില്ലാത്തത്. മുഹമ്മദ് നബി അല്ല, മുഹമ്മദ് നബിക്ക് ഖിയാമത്ത് നാൾ വരെ ആൺകുട്ടികളുണ്ടാവും. എങ്ങനെ? ഈ പറഞ്ഞ ഉമയ്യത്തിന് ആൺകുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ കാണൂല. ഈ ഉമയ്യത്തിന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഉമയ്യത്തിന്റെ 2ാമത്തെ മകനാണ്, 10ാമത്തെ മകനാണ്, 30ാമത്തെ മകനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ആരും കിട്ടൂല. നേരെ മറിച്ച് മുഹമ്മദ് നബിക്ക്
ഖിയാമത്ത് നാൾ വരെ ഏത് നാട്ടിൽ ചെന്നാലും ഞാൻ 10ാമത്തെ മകനാണ്, 30ാമത്തെ മകനാണ്, 33ാമത്തെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ഏത് നാട്ടിലും ആളുണ്ടാവും. ഇന്ന ശാരിയൊക്കെ ഹുവല്ല അബുത്തറു മുബത്തതും ഖബറുമായിരിക്കെ അവനാണ് അബുത്തറ്, അവന് കുട്ടികളുണ്ടാവൂല. ഞാൻ ഉമയ്യത്തിന്റെ മകനാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുണ്ടാവൂല, നബിന്റെ മകനാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഉമയ്യത്തിന്റെ കണക്ക് പിഴവാന്ന് തകൾ ഇവിടെ തെളിയിക്കുന്നുണ്ട്. സമസ്ത എന്തിനു വേണ്ടി രൂപീകരിച്ചു? സമസ്ത ദീന് അതിൻ്റെ തനതായ നിലയിൽ ഇവിടെ നിലനിർത്തണം, അതിനെ മാറ്റിമറിച്ചരുത്. അതിനു വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്, എല്ലാവർക്കും അറിയാം. അഥവാ ബിദ്അത്തിന്റെ സംഘടനകളെ, ബിദ്അത്തിനെ പ്രതിരോധിക്കണം, തടയണം. അതിനാ സമസ്ത. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ബിദ്അത്തിനെ തടയണം. പിന്നെ അതോടുകൂടെ ഇൽമിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം, അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം. അതിനു വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്. അൽഹംദുലില്ലാ സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമസ്ത ഒട്ടാകെ ചെയ്യുന്നത്, നമ്മുടെ ജില്ല ഒട്ടാകെ ചെയ്യുന്നത് തങ്ങൾ സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ല ഇത് തെളിയിക്കുന്നത്. ഇങ്ങനെ ഇവിടെ സ്ഥാപനം അവിടെ സ്ഥാപനം, ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് കൂടിയൊക്കെ കടവില് പല സ്ഥാപനവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അത് പരലോകത്തിലേക്കുള്ള ഒരു സാലിയ അമലായി സ്വീകരിക്കട്ടെ. തങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്യുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആ നബിന്റെ കുട്ടികളെ കൂട്ടത്തിൽപ്പെട്ട ആളാകാൻ വേണ്ടി തങ്ങൾ ശ്രമിക്കുകയും വേണം. അതാണ് അത് സംബന്ധമായി പറയാനുള്ളത്. തങ്ങൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരാളെന്താ ചിന്തിച്ച് അതൊക്കെ മറ്റൊരു ചെയ്യും, അതങ്ങനെ കോപ്പി അടിച്ചുന്ന പരിപാടിയായിരിക്കും. അങ്ങനെ അമ്മ സ്വഭാവം. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ നാട്ടിൽ ആരോ ഒരാള് ഈ ഔല് ചവിട്ടണ ഒരു വിഷയമാക്കി. അയാളതിൽ കുറെ തിരക്ക് നടപ്പില്ല, എല്ലാവരും അതെ. ഏത് വീട്ടിലും കടാ കടാ കടാ. ഒരു AP ഉസ്താദ് ഒരു സ്ഥാപനം ഉണ്ടാക്കിയാൽ അത് തന്നെ എല്ലാവരും അതെ തന്നെ. ഞാൻ അവരെ കുറ്റം പറയല്ല. അൽഹംദുലില്ലാ ഖലീൽ തങ്ങളതിന് എതിരായിട്ട് കുറേയൊക്കെ പുതിയ ഉണ്ടാക്കുന്നുണ്ട്. വേണ്ടത് തന്നെയാണ്. ഒരാൾ തുടങ്ങിയെന്നല്ല, വേറെ കുറച്ചൊക്കെ പുതിയതും പലതും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയട്ടെ. തങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ഒന്ന്, നമ്മുടെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമുള്ള ലക്ഷ്യം ബിദ്അത്തിനെ പ്രതിരോധിക്കലാണെന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ പണ്ഡിതന്മാർ നന്നായി പ്രതിരോധിക്കുന്നുണ്ട്. ഒന്നുകൂടിയും എനിക്കൊരു അഭിപ്രായം, ഈ ഭൗതികന്മാരെ സംഘടിപ്പിച്ച് അവർക്ക് ക്ലാസ് കൊടുത്ത് അവരും കൂടി ഒന്ന് രംഗത്ത് ഇറക്കിയാൽ ഒന്നുകൂടി എളുപ്പമുണ്ടാവും. ഇവിടെ ചുറ്റുഭാഗത്ത് കുറേ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അഡ്വക്കറ്റുമാരുണ്ട്, മാസ്റ്റർമാരുണ്ട്, ഇങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ. അവരെ കൂടി സംഘടിപ്പിക്കുക. അവരെ സ്വന്തം വിടണ്ട, മറ്റേ മൂലമാരൊപ്പം കൂട്ടിയാൽ മതി. അവരെ കൂടി സംഘടിപ്പിച്ചാൽ ഇടക്കിടക്ക് ഇംഗ്ലീഷിൽ ഓരോ പദം, ഉറുദുവിൽ ഓരോ പദം കൂട്ടി ഇവരെ ഗദ്ദിക്കുകയാണെങ്കിൽ ഈ സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കുന്നതിൽ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് എനിക്കൊരു അഭിപ്രായം. അതുകൊണ്ട് തങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അവർക്ക് ആശയം പഠിപ്പിച്ച് അത് പ്രസംഗിക്കാനും പഠിപ്പിച്ച് അവരെ ഓരോ സ്ഥലത്തേക്കും പറഞ്ഞേക്കും ചെയ്താൽ ഓരോ ഒന്നാമത്തെ രണ്ടാമത്തെ മർത്തബയിൽ പോയാൽ മതിയോ? മൂന്നാമത്തെ മർത്തബയിലും നാലാമത്തെ മർത്തബയിലും അലവിയും അതുപോലെ സൈമാമതിയൊക്കെ പോകേണ്ടി വരും. അതിന് സംശയമൊന്നുമില്ല. ഒന്നാമത്തെ രണ്ടാമത്തെ മർത്തബയിലേ ഒരു പോകേണ്ടി വരുള്ളൂ. എന്നാൽ തന്നെ പൊതുജനങ്ങൾക്ക് വലിയ ഫലം ചെയ്യും അവരെ പോലത്തെ ഉദ്യോഗസ്ഥന്മാർ. അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നത് നന്നായിരിക്കും എന്ന് എൻ്റെ എളിയ അഭിപ്രായമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ദഅവാ കോളേജിൽ നിന്ന് മറ്റു പഠിച്ച ഇവർ എത്ര കൊല്ലം കിതാബ് ഓതിയെന്ന് ചോദിച്ചാൽ 7 കൊല്ലമാണ് കിതാബ് ഓതല്. ഈ 7 കൊല്ലത്തിൽ അധിക സമയവും ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചാണ് അവർ ചെലവാക്കണത്. ആറ്റിക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 കൊല്ലത്തെ സമയം മാത്രമേ അവർക്ക് കിതാബ് പഠിച്ചാൽ കിട്ടുള്ളൂ. ഒരു സമയത്ത് കണക്കുപിടിച്ച് കൊടുക്കും. അതുകൊണ്ട് എന്താ ഒരു പരിഹാരം? ഇപ്പം നമ്മളെ കൂട്ടത്തിൽ ശരിക്ക് കിതാബ് കിട്ടുന്ന ആൾക്കാർ ഉണ്ട്.
അവരങ്ങനെ ഏതെങ്കിലും പഴയ ആലിമീകൾ ധാരാളമുണ്ട്. ഇപ്പൊ പൊന്മള ഉസ്താദ് മലപ്പുറത്ത് വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് നടത്തുന്നത് പോലെ ഈ വജ്ജിരി, കോട്ടക്കൽ, തീരകാടി ഇങ്ങനെ പഴയ മൂല്യന്മാരെ ദർസ് തുടങ്ങുക. അവിടെ പരിസരത്തുള്ള ഇങ്ങനെയുള്ള എല്ലാ മൂല്യന്മാരും അതിൽ പങ്കെടുക്കുക. അതിന് വേണ്ട പരിപാടി എന്താ വെച്ചാൽ അതുകൂടി ചെയ്താൽ നന്നു എന്ന് എൻ്റെ ചെറിയ അഭിപ്രായമാണ്. അത് പൊന്മള ഉദ്ഘാടനം ചെയ്ത് വെച്ചു. അയിമ നിർത്തണ്ട, കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്. വേണ്ടത് തങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടിയും ഉസ്താദന്മാർക്ക് വേണ്ടിയും ഒക്കെ ദ്വാരക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഷൈറെ മുബാറക ഉസ്താദ് ഇവിടെ ഉണ്ട്. ഉസ്താദ് പറയും എല്ലാവർക്കും സംശയം, അല്ല അതിന് ദിയലുണ്ടോ അത് ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച്, ഞങ്ങൾ ഉസ്താദെ കുറച്ച് ആളുകൾ കൂടി കാട് പരിശോധിച്ച് ദിയലുണ്ടോ നോക്കുമ്പോൾ ദിയലില്ല. നിങ്ങൾ ധൈര്യ സമേതം പറഞ്ഞോളി. അതിൽ നിങ്ങൾ ഏതാക്കണ്ട, പേടിച്ചൊന്നും വേണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ സനതുണ്ടായിട്ട് ഒന്നും പറയാനില്ല. ഇപ്പൊ ഇതിന് സനതുണ്ടായപ്പോ പിന്നെയും പറഞ്ഞുകൊണ്ട് കാരണം എന്താ അർത്ഥമായിട്ടുള്ളത്? സനത് തെളിവല്ലേ? ഓക്ക് പിരാന്താന്ന് പറയേണ്ടി വരും. അല്ലാതെ അത് ചിലരങ്ങനെ ഓക്ക് പിരാന്താന്ന് പറയുന്നത്. അല്ലാതെ സനതുണ്ടായിട്ട് എങ്ങനെ തെളിവല്ലാക്കണ്? സനത് തെളിവല്ലേ? സനദാള്ള ഇസ്ലാമിൽ തെളിവ്. ബുഖാരിന്റെ എന്താ തെളിവ്? സനത്. മുസ്ലിമിന് എന്താ തെളിവ്? സനത്. ഇതിനെന്താ സനത് തെളിവ് അല്ലാക്കണെങ്ങനെ? പിന്നെ വേറൊന്നും എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം. മുടി ഇവിടെ കൊണ്ടുവന്നപ്പോഴും ഇവർക്കൊന്നും ഒരളക്കമല്ല. മുടി കൊടുത്തപ്പോൾ ആ വലിയ സമുദായത്തിൻ്റെ ഇടയിൽ മുടി കൊടുത്തപ്പോഴും ഒന്നും പറയാനില്ല. അത് പിന്നെ റബീഉൽ അവ്വൽ പ്രദർശിപ്പിച്ചോളും കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ 40 കോടിൻ്റെ പള്ളിന്ന് പറഞ്ഞപ്പോൾ ഏത് വിരാന്ത്? അപ്പൊക്കാണ് ഓക്ക് വിരാന്ത് പിടിച്ചത്. അപ്പൊക്കെ ഓക്ക് വിരാന്തായി. കാരണം ഈ പള്ളിയിൽ പല രഹസ്യമുണ്ട്. ഒരാൾക്ക് നിന്ന് വാങ്ങാൻ കഴിഞ്ഞു ഏൽപ്പിക്കും പൈസ. ഇത് എല്ലായിടത്തും കൂടി വാങ്ങിയിട്ട് എൻ്റെയും എൻ്റെ പള്ളി എന്ന് പറഞ്ഞാണ്ട് ഇത്രയും വലിയ പള്ളിയിൽ എത്ര നിസ്കരിക്കാൻ വേണം? ഇത്രയും പള്ളി എടുത്താൽ മതി, അവിടെ നിസ്കരിക്കാൻ വേണ്ടേ? ആ ആൾ നിസ്കരിക്കാൻ വരണം. ഈ പൈസ കൊടുത്തോലും മുഴുവൻ നിസ്കരിക്കാൻ വരണം. കാര്യം എന്തായാലും ഈ പള്ളി പിടിച്ച AP പാർട്ടിയാണല്ലോ എന്ന് ജനങ്ങൾ മതിച്ചിട്ട് മറ്റുള്ളവർക്ക് അഡ്രസ്സ് ഉണ്ടാവില്ലാന്ന് വിചാരിച്ചിട്ടാണ് പള്ളി പേര് വരുമ്പോൾ ഓർക്ക് വലിയ ഹാലടക്കം. അതൊക്കെ എല്ലാവർക്കും തിരിയും. അതൊന്നും നീ ചെലവാകില്ല എന്നുള്ളത് അത് മറ്റുള്ളവർക്ക് തിരിയില്ലാന്ന് ഇവർ മനസ്സിലാക്കുന്നത് വിഡ്ഢികളായതുകൊണ്ടാണ്. എന്താണ് നമുക്ക് പറയാനുള്ളത്? ഞാൻ വീട്ടിൽ പറയല്ല, അത് ഇൻഷാ അല്ലാഹ് വിജയിക്കും. അവരെല്ലാം പൊളിച്ചത് ഏപ്പിന്നെയാണ്. ഞാൻ മതി പറയില്ല, ഉസ്താദ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും ഉസ്താദാണ് പൊളിച്ചത്. എത്ര പൊളിച്ച്? ഇവിടെ AP 4 കുട്ടികൾ മാത്രമേ മൗലൂദ് ഓതുന്നുള്ളൂ അറിഞ്ഞു. അതിൽ AP ഉസ്താദ് കോഴിക്കോട് വലിയൊരു യോഗം, പല രാഷ്ട്രത്തു നിന്നുള്ള മൗലൂദ് ഓതുന്ന ആൾക്കാരെ കൊണ്ട് കണ്ട് എല്ലാവരെ കൂടിയാണ് ഓദിച്ചു. അതോടുകൂടി ആ വാദം പൊളിച്ചു. പിന്നെ അവർക്ക് പിടിച്ചിക്കാൻ കഴിയില്ലാതായി. പിന്നെ ഖബർക്ക് ഖുർആൻ ഓതാൻ പറ്റൂല. ഈ തുതിറ ബംഗാന ഹൈജ എന്ന് പറഞ്ഞ് അതിലാണ് ശൈഖ് സായിദ് മരിച്ചത്. അപ്പൊ അവിടെ 24 മണിക്കൂർ ഓതിയിട്ട് അവിടുത്തെ മുജാഹിദ് അതിന് അക്ഷരം വിട്ടിട്ടില്ല. അവിടെ സിയാർത്ത് ചെയ്യാൻ ഖബറുമൊക്കെ തിരഞ്ഞ് സിയാർത്ത് ചെയ്യാനുള്ള സൗകര്യം കൂടിയുണ്ട്. പിന്നെ ഞാൻ അവർക്ക് ബാക്കിയിട്ടൊരു കാര്യം എന്താ? മറിഞ്ഞ വഴിക്ക് ഉള്ള സഹായം, അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായം, അഭൗതികമായ സഹായം. പല പേരുണ്ട്. ഏറെപ്പറ്റ ഒരുപാട് പേരുണ്ടായില്ലേ. അസാധാരണ സഹായം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായം, മറഞ്ഞ വഴിക്കുള്ള സഹായം, അങ്ങനെ കുറെ പറയാനുണ്ട്. ആ സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നൊന്നും പറ്റൂല. ബർക്കത്തിന് വേണ്ടി ചോറ്, നബിന്റെ മൗലൂദിലെ ചോറ് കഴിച്ചാൽ ശിർക്കെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ എന്താ തിരിഞ്ഞത്? ഈ നബിയുടെ മുടി വിട്ട വെള്ളം നബിയുടെ കാലം മുതൽ ഇന്ന് വരെ നിരാക്ഷേപമായി സർവ്വ മുസ്ലിങ്ങളും കൊടുത്തിരുന്നു. മറഞ്ഞ വഴിക്കുള്ള സഹായം തേടിയിരുന്നു. സാധാരണയുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായം തേടിയിരുന്നു എന്നിപ്പോ തെളിഞ്ഞ്. ഇപ്പോ അല്ലാഹ് മുടിക്ക് സർദ് ഒരുപാട് വായിച്ചപ്പോൾ ഗൾഫിലൊക്കെ മുജാഹിദ് അങ്ങോട്ട് വിട്ടു നോക്കുക. എന്താ
ഫോണും നോക്കലും തിരിച്ചടിച്ച് എന്താ കാട്ടാ ഒരു വഴി കിട്ടിയിട്ടില്ല. ഇപ്പോൾ തുടി കഴിഞ്ഞ മാതിരിയാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ. അതിനൊക്കെ അൽഹംദുലില്ലാ AP ഉസ്താദ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ നേതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ബിദ്അത്തിനെ അല്ലാഹു തആല നശിപ്പിക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിനെ അല്ലാഹു ഉത്തരോത്തരം ഉയർത്തുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.